നമസ്കാരം. സെമി കാണാൻ ടീം ഇന്ത്യ ആഗ്രഹിച്ച പോലെയെല്ലാം സംഭവിച്ച ദിവസമാണ് വ്യാഴാഴ്ച. സൂപ്പർ 8 ഗ്രൂപ്പ് 1 വെസ്റ്റ് ഇൻഡീസിനെ സൗത്ത് ആഫ്രിക്ക 9 വിക്കറ്റിന് തകർത്ത് വിട്ടു. പിന്നാലെ സിംബാബ്വെക്കെതിരെ ഇന്ത്യ 72 റൺസിന്റെ ആധികാരിക വിജയവും നേടി. എങ്കിലും ടീം ഇന്ത്യ അപകടനില ഇനിയും തരണം ചെയ്തിട്ടില്ല. പ്രകടനം കൊണ്ട് മാത്രമല്ല, ഭാഗ്യം കൂടി ഇനി കടാക്ഷിക്കണം ഇന്ത്യയെ സെമി കാണാൻ. ഇപ്പോഴും ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് നെഗറ്റീവിൽ തന്നെ തുടരുന്നതാണ് പ്രധാന ആശങ്ക. ഇതോടെ T20 ലോകകപ്പിലെ രണ്ടാം സൂപ്പർ 8 ഗ്രൂപ്പിൽ വരാൻ പോകുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം. അതിനിർണായകമായ വിൻഡീസിനെതിരെയുള്ള മത്സരത്തിൽ ജയത്തോടൊപ്പം ഇന്ത്യക്ക് അനുകൂലമാകേണ്ട ചില കാര്യങ്ങളുണ്ട്. ദക്ഷിണാഫ്രിക്ക സെമി ഉറപ്പിച്ചതോടെ ശേഷിച്ച ഒരു സെമി സീറ്റിനായിട്ടാണ് വെസ്റ്റ് ഇൻഡീസും ഇന്ത്യയും തമ്മിൽ മാറ്റുരയ്ക്കാൻ പോകുന്നത്. ഞായറാഴ്ച രാത്രി കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടക്കാനിരിക്കുന്ന പോരാട്ടത്തിൽ മഴയെങ്ങാനും വില്ലനായി വന്നാൽ ഇന്ത്യയുടെ എല്ലാ പ്രതീക്ഷകളും വെള്ളത്തിലാകും. ക്വാർട്ടർ ഫൈനലിന് തുല്യമായ മത്സരത്തിൽ ജയിക്കുന്നവർക്ക് സെമി ടിക്കറ്റ് കിട്ടും, തോൽക്കുന്നവർ പുറത്താവുകയും ചെയ്യും. നെറ്റ് റൺ റേറ്റിൽ ഇന്ത്യയേക്കാൾ മുന്നിലാണ് വിൻഡീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മഴ കാരണം മത്സരം ഉപേക്ഷിച്ചാൽ പോലും വിൻഡീസ് സെമിയിലെത്തും. സൂപ്പർ 8 മത്സരങ്ങൾക്ക് റിസർവ് ഡേ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നെറ്റ് റൺ റേറ്റിൽ മുന്നിലുള്ള വിൻഡീസിന് സെമിയിലേക്കുള്ള വഴിയും തെളിയും. സിംബാബ്വെക്കെതിരെ 72 റൺസിന്റെ മിന്നുന്ന ജയം നേടിയെങ്കിലും സൂപ്പർ 8 ഗ്രൂപ്പ് 1 ഇന്ത്യ ഇപ്പോഴും 3-ാം സ്ഥാനത്ത് തന്നെയാണ് ഉള്ളത്. മോശം നെറ്റ് റൺ റേറ്റ് തന്നെയാണ് ഇവിടെയും വില്ലനായത്. -0.100 ആണ് ഇപ്പോഴുള്ള നെറ്റ് റൺ റേറ്റ്. തൊട്ട് മുകളിലുള്ള വെസ്റ്റ് ഇൻഡീസിനാകട്ടെ നെറ്റ് റൺ റേറ്റ് +1.791 ആണ്. ഈ കാരണത്താലാണ് രണ്ട് ടീമുകൾക്കും 2 പോയിന്റ് വീതം ഉണ്ടായിട്ടും വിൻഡീസ് മുകളിലേക്ക് കയറിയത്. ഇനി ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ഇന്ത്യ വിൻഡീസ് മത്സരം മഴ കാരണം ഉപേക്ഷിക്കപ്പെട്ടാൽ മികച്ച നെറ്റ് റൺ റേറ്റ് വിൻഡീസിനെ സെമിയിലെത്തിക്കും. ഇന്ത്യ പുറത്താവുകയും ചെയ്യും. എന്നാൽ നെറ്റ് റൺ റേറ്റിൽ വിൻഡീസിനെ മറികടക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്ത്യക്ക് മുന്നിലുണ്ടായിരുന്നു. കാരണം സിംബാബ്വെക്കെതിരെ 4 വിക്കറ്റിന് 256 റൺസ് എന്ന കൂറ്റൻ സ്കോർ നേടിയ ശേഷം അതിനുള്ള മികച്ച അവസരം ടീമിന് ലഭിച്ചതാണ്. എന്നാൽ നായകൻ സൂര്യകുമാർ യാദവിന്റെ ഒരു പിഴവാണ് ഈ അവസരം നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. സിംബാബ്വെക്കെതിരെ 148 റൺസ് വിജയമായിരുന്നു നെറ്റ് റൺ റേറ്റിൽ വിൻഡീസിനെ മറികടക്കാൻ ഇന്ത്യക്ക് ആവശ്യമായി ഉണ്ടായിരുന്നത്. അതായത് മത്സരത്തിൽ 108 റൺസിൽ അവരെ ഇന്ത്യ പിടിച്ചു നിർത്തണമായിരുന്നു. പക്ഷേ തന്റെ ബൗളർമാരെ വളരെ അലസമായി ഉപയോഗിച്ച സൂര്യ എതിരാളികൾക്ക് സ്കോറിങ്ങിനുള്ള അവസരങ്ങളെല്ലാം ഒരുക്കുകയായിരുന്നു. ന്യൂ ബോളിൽ അർഷ്ദീപ് സിംഗിനോടൊപ്പം തന്റെ സ്ട്രൈക്ക് ബോളറായ ജസ്പ്രീത് ബുംറയെ കൊണ്ടുവരാൻ അദ്ദേഹം തയ്യാറായില്ല. പകരം ഹർദിക് പാണ്ഡ്യയെയാണ് ബോൾ ചെയ്യാനായി കൊണ്ടുവന്നത്. കൂടാതെ ബുംറയുടെയും ഹർദിക്കിന്റെയും 4 ഓവർ ക്വാട്ട തികയ്ക്കാതെ ശിവം ദുബൈക്ക് തീർത്തും അനാവശ്യമായി 2 ഓവറും നൽകിയത് വലിയ പോരായ്മയായി. 46 റൺസാണ് അദ്ദേഹം വാരിക്കോരി നൽകിയത്. നിരവധി വൈഡുകളും നോബോളുകളും വമ്പൻ സിക്സറുകളുമെല്ലാം ഈ ഓവറുകളിൽ പിറന്നിരുന്നു. ആദ്യ ഓവറിൽ 26 റൺസാണ് ദുബൈ അടിച്ചത്. ദുബൈക്ക് നന്നായി തല്ലി കിട്ടിയിട്ടും പാഠം പഠിക്കാതെയാണ് 20-ാം ഓവറിൽ വീണ്ടും സൂര്യകുമാർ യാദവ് പന്ത് നൽകിയത്. 20 റൺസും അദ്ദേഹം വിട്ടുകൊടുത്തു. വലിയ ടോട്ടൽ ഉണ്ടായത് കൊണ്ട് മാത്രം ഇന്ത്യ ജയിച്ച മത്സരമായിരുന്നു സിംബാബ്വെക്കെതിരെ. സിംബാബ്വെയുടെ പോരാട്ടം അവസാനിച്ചതാകട്ടെ 72 റൺസിന് മാത്രം അകലെയുമാണ്. വലിയ മാർജിനിൽ കളി പിടിച്ചിരുന്നുവെങ്കിൽ ഇത്രയും വലിയ റിസ്ക് ഇന്ത്യക്ക് എടുക്കേണ്ടി വരില്ലായിരുന്നു. അടുത്ത മത്സരത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരില്ലായിരുന്നു. ഇന്ത്യ നെറ്റ് റൺ റേറ്റിൽ വിൻഡീസിന് പിറകിലായതോടെ ആരാധകർ ഉറ്റുനോക്കുന്നത് ഞായറാഴ്ചത്തെ നിർണായക മത്സരത്തിന് മഴ ഭീഷണി ഉണ്ടാകുമോ എന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ മത്സരം തീർച്ചയായും നടക്കുന്നതിനോടൊപ്പം തന്നെ ജയിക്കുകയും വേണം. കളി നടന്നില്ല എങ്കിലും വിൻഡീസിന് സെമി കളിക്കാം എന്നതാണ് വിഷമകരമായ സത്യം. അതേസമയം കാലാവസ്ഥ പ്രവചന പ്രകാരം ഞായറാഴ്ച മഴ പെയ്യാൻ സാധ്യത കുറവാണ് എന്നാണ് അറിയുന്നത്. കൊൽക്കത്തയിൽ തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. വരും ദിവസങ്ങളിലൊന്നും ഇവിടെ മഴ പെയ്യാനുള്ള സാധ്യത ഇപ്പോൾ നിലവിൽ കാണുന്നില്ല. ഇത് ഇന്ത്യക്ക് ആശ്വസിക്കാൻ വക നൽകുന്നുണ്ട് തൽക്കാലത്തേക്ക്.